ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു കുട്ടി വ്ളോഗായിട്ട് വന്നേക്കുവാണ് കേട്ടോ. ഇന്ന് നമ്മുടെ അമ്പ്ളൂൻ്റെ സ്കൂളിൽ സയൻസ് എക്സിബിഷനാണ്. അപ്പോൾ എനിക്ക് അത്തുമോനെ അംഗൻവാടി വിട്ടിട്ട് വേണം അവിടെ പോകാൻ. അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ, അത്തുവിനൊക്കെ അവിടെ വിട്ടു. അപ്പോൾ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങിപ്പോകാനൊരു മടി. അപ്പോൾ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരാളെ കിട്ടി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേനും കറക്റ്റ് ടൈമായിരുന്നേ. അമ്പ്ളൂൻ്റെ സ്കേറ്റിംഗ് ഷോ നടക്കാൻ പോകുമായിരുന്നേ. അപ്പോൾ കൂട്ടത്തിൽ പോണേൽ നാലാമത്തെ ആണ് അമ്പ്ളു. അപ്പോൾ നേരത്തെ എന്നെ കണ്ട് ഒരു ഹായ് ഒക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ആൾ പോണത്. ഇപ്പോൾ അതിനെപ്പറ്റി സ്പീച്ചൊക്കെ നടക്കുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഷോ ഉണ്ടാവുക. നല്ല വെയിലായിരുന്നു കേട്ടോ. അവർക്ക് അവിടെ ഒരു ഗ്യാലറി ഉണ്ട്, അവിടെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സൂം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഡെയിലി അവർ പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ട്. ഇവർക്ക് വീക്കിലി ഒരു പീരീഡ് മാത്രമാണ് കേട്ടോ ഈസിയാണ് ഉള്ളത്. അപ്പോൾ സ്കേറ്റിംഗ് മാത്രമല്ല, കരാട്ടെ, മ്യൂസിക്, ഡ്രോയിങ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോൾ ഡ്രോയിങ് ആണ് ചേർന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇപ്പോൾ ഇതിന് ചേർന്നത്. ഇപ്പോൾ 2ാമത്തെ വർഷമായിട്ടോ പഠിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ വന്നാലും ഇടയ്ക്ക് ഇപ്പോൾ ഇത് തന്നെ പരിപാടി. ഞാൻ പിന്നെ സ്കേറ്റിംഗ് ഷൂ ഒക്കെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ, അത്ത് കയറി കളിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെറിയ കുട്ടികളുടെയാണ്. ഇതിൽ സ്റ്റേറ്റ് ലെവലിലെ ചാമ്പ്യന്മാരൊക്കെ ഇങ്ങനെ ബേക്കിൽ വരുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. പിന്നെ അടുത്തത് കരാട്ടേൻ്റെ ആൾക്കാരെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സഡ് ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 9th വരെയുള്ള കുട്ടികളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഓരോ ക്ലാസ്സുകൾ കൂടി പോയി നോക്കിയേ. ഓരോ സംഭവങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് KG സെക്ഷനാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് കയറിയ ക്ലാസ്സിൽ കണ്ടപ്പോൾ ഒരു വിഷമം. എന്നാലും നമ്മുടെ വയനാടിൻ്റെ ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ചെറിയ മക്കളുടെയൊക്കെ, ഇവരൊന്നും ഒന്നും ഉണ്ടാക്കിയതല്ല, ഇത് കോമ്പറ്റീഷൻ അല്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് അവർ വീട്ടിൽ നിന്നൊക്കെ ഓരോ ടോയ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി കണ്ടപ്പോൾ. അങ്ങനെ ഞാൻ ഓരോ ക്ലാസ്സൊക്കെ ഇങ്ങനെ നോക്കി വരുമായിരുന്നേ. അവസാനം 3rd Aയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ചട്ടമ്പികളൊക്കെ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നു അവരുടെ മോഡൽസൊക്കെ വെച്ചിട്ട് കേട്ടോ. അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ നോക്കുമ്പോൾ കുറേ വർക്കിംഗ് മോഡൽസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പറഞ്ഞും തരുവേ. എക്സ്പ്ലനേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ എക്സിബിഷന് വരുന്നത്. കഴിഞ്ഞ വർഷമൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊരു കോമ്പറ്റീഷനൊന്നുമല്ല. എന്നാൽ പോലും ഇവർ ഓരോ വർക്കിംഗ് മോഡൽസൊക്കെ ഉണ്ടാക്കി അത് നമുക്ക് ചെയ്ത് കാണിക്കുമ്പോൾ ഭയങ്കര ഒരു അതിശയമായിരുന്നു കേട്ടോ. ഇത്രയും കഴിവുള്ള പിള്ളേരുണ്ടോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ കുറേ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിക്കൊണ്ട് വന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ GK ഒക്കെ കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ കണ്ടോ ഒരു കുപ്പിയിലൊക്കെ വെച്ചേക്കുന്ന കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ ചോക്ലേറ്റൊക്കെ തരും. അങ്ങനെ കേട്ടോ. ഇതൊക്കെ കണ്ടോ നമ്മൾ കറണ്ടിൻ്റെ ഓരോ സംഭവങ്ങളും എല്ലാം ഈ പിള്ളേർ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. ഒരു ഫയർ ഫോഴ്സ് ഒക്കെ ശരിക്കും ഒറിജിനലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇനി ഒരുപാട് വർക്കിംഗ് മോഡൽസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ താഴെ വന്ന് നോക്കുമ്പോൾ ലൈവ് കിച്ചനൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓരോ സംഭവങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഓരോ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് ഞാൻ ടൈമായിടാ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വന്നപ്പോൾ അവനും എൻ്റെ കൂടെ പോരുവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്പ്ളൂനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.